AI കാരണം 1800-ലധികം ജോബ്സ് അവർ കട്ട് ചെയ്യുമെന്ന്. അതേ AI ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ് കേരളത്തിൽ നടന്നത്. 1200-ലധികം പേരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. ഒരൊറ്റ ആഴ്ച കൊണ്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. ഒന്ന്, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഹെൽത്ത് കെയർ BPO കമ്പനി മെഡിക്കൽ കോഡിംഗ്, ബില്ലിംഗ്, ഡേറ്റ പ്രോസസ്സിംഗ് പോലെയുള്ള സർവീസസ് ഒക്കെ ചെയ്യുന്ന വലിയൊരു എംപ്ലോയർ ആണ്. ഏകദേശം 900 പേരെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടത്. രണ്ടാമത്തേത്, വേറൊരു കേരള ബേസ്ഡ് IT കമ്പനി എല്ലാ ഓഫീസസും ഒറ്റയടിക്ക് അടച്ചുപൂട്ടി. 300-ലധികം പേരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. മൂന്നാമത്തേത്, അതേ ആഴ്ചയിൽ തന്നെ ഒരു ഗ്ലോബൽ ഇൻഷുറൻസ് ജയന്റ് കമ്പനി പറഞ്ഞു AI കാരണം 1800-ലധികം ജോബ്സ് അവർ കട്ട് ചെയ്യുമെന്ന്. 3 വ്യത്യസ്ത കമ്പനികളായിരുന്നു, 3 വ്യത്യസ്ത സെക്ടേഴ്സ് ആയിരുന്നു ഇത്. ഹെൽത്ത് കെയർ, BPO, IT സർവീസസ്, ഇൻഷുറൻസ്. പക്ഷെ ഒരു കോമൺ ത്രെഡ് അവിടെയുണ്ട്. ആദ്യത്തെ കമ്പനി ചെയ്യുന്ന പണി എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിങ്, ബില്ലിങ്, ലാബ് റിപ്പോർട്ട് പ്രോസസ്സിങ്, ഇതെല്ലാം റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള റൂൾ ബേസ്ഡ് ടാസ്കുകളാണ്. ഈ ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരം ടാസ്ക് AIയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു എന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളൊക്കെ AI എടുക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. പക്ഷേ ഈ വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല കേട്ടോ. അതേ AI ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 3 AI സർവീസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 സർവീസസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് എത്ര പ്രൈസിങ് ഇടാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ AI ജോബ്സ് അല്ല റീപ്ലേസ് ചെയ്യുന്നത്, ടാസ്കുകളാണ്. മെഡിക്കൽ കോഡിങ്, ഡേറ്റ എൻട്രി, ബേസിക് കസ്റ്റമർ സപ്പോർട്ട്, ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ, ഇതൊക്കെ ടാസ്ക് ബേസ്ഡ് വർക്ക്സ് ആണ്. ഒരേ പണി ആവർത്തിച്ച് ചെയ്യുന്നതാണിത്. അതാണ് AI ആദ്യം റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഹെൽത്ത് കെയർ BPO ജയന്റ് AI ഉപയോഗിച്ച് കോഡിങ് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വലിയൊരു IT ടീമുണ്ട്, അതിനുള്ള ബഡ്ജറ്റുണ്ട്, AI ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള AI എൻജിനീയേഴ്സും അങ്ങനെയുള്ള AI ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ് ഒക്കെയുള്ള ഒരു ടീമാണ് അവർക്കുള്ളത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എറണാകുളം എടുക്കാം. എറണാകുളത്തെ ഒരു ചെറിയ ബൊട്ടീക്ക് ഓണർ അല്ലെങ്കിൽ UAയിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഓണർ, ഇവർക്കും AIയുടെ ബെനിഫിറ്റ്സ് വേണം അല്ലേ? ഒരു വെബ്സൈറ്റ് വേണം, കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്യണം, സോഷ്യൽ മീഡിയ കണ്ടൻസ് അവർക്കും നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവർക്കൊക്കെ ഒരു IT ടീമിനെ വെക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അതിനുള്ള സമയവും ഉണ്ടാവില്ല. IT ടീമിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ടൈമും ഉണ്ടാവില്ല. അതായത് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിം AI ടൂൾസ് തന്നെയാണ് 2 പേർക്കും ആവശ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോഡിനെ എക്സാമ്പിൾ എടുക്കാം. പക്ഷെ അത് ആക്സസ് ചെയ്യാൻ വലിയ കമ്പനിക്ക് ഒരു ടീമിനെ ആവശ്യമുണ്ട്. പക്ഷെ ചെറിയൊരു ബിസിനസ് ഓണറിനാണെങ്കിലോ വലിയൊരു ടീമിനെ വെക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പിലാണ് നിങ്ങളുടെ റോള് വരുന്നത്. ബിഗ് കമ്പനിയുടെ AI കേപ്പബിലിറ്റി ചെറിയ ബിസിനസ്സിൻ്റെ ബഡ്ജറ്റിൽ നിങ്ങൾ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഒരു AI ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ. വലിയ കമ്പനികൾക്ക് വേണ്ട അതേ AI ടൂൾസ് ചെറിയ ബിസിനസ്സസിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ഒരു AI ഫ്രീലാൻസർ. സർവീസ് നമ്പർ 1, AI വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. ആദ്യത്തെ സർവീസ്, ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ഒരു റിയൽ സിനാരിയോ പറയാം. നിങ്ങളുടെ അടുത്തൊരു ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല കേക്ക്സ്, നല്ല കസ്റ്റമേഴ്സ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് ഫോളോവേഴ്സും ഉണ്ട്. പക്ഷെ ഒരാൾ ബർത്ത്ഡേ കേക്ക് കൊച്ചി എന്ന് ഗൂഗിൾ ചെയ്താൽ ആ ബേക്കറി എവിടെയും കാണില്ല, വെബ്സൈറ്റ് ഇല്ല. അതാണ് കാരണം. ആ ഓണറിന് അറിയാം വെബ്സൈറ്റ് വേണമെന്ന്. പക്ഷേ ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ ഒരു പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ ഒരു ഓണർ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തത്. ഇനി ഇവിടെയാണ് നിങ്ങൾ ആ ഒരു സിനാരിയോയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ക്ലോഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ChatGPTയുടെ അടുത്തോ കോഡെക്സ് പോലെയുള്ള ടൂളുകളുടെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് എന്ത് പറയാം? ആ ബേക്കറിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം, അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെ പ്രൊഡക്ട്സ് അവർ സെല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം, ആ ഒരു ബേക്കറിയുടെ പ്രത്യേക USPs പറഞ്ഞു കൊടുക്കാം, എന്തൊരു ഫീലാണ് ആ ഒരു ബേക്കറി, ഒരു വാം ഫീലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു മൊബൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും. അതോടെ എന്താണ്, അതിൻ്റെ ഉള്ളിൽ വാട്സപ്പ് ഓർഡർ ബട്ടൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാം,
മെനു സെക്ഷൻസ് ആഡ് ചെയ്യാം. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ അവിടെ ഒരു ലൈൻ കോഡ് പോലും നിങ്ങൾ റൈറ്റ് ചെയ്തില്ല. ഇത് എക്സാജറേഷൻ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പല ടൂൾസ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു 3D വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബിസിനസ് സൈഡാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ടൂൾസ് അറിയുന്നതിലല്ല, അത് നമുക്ക് എങ്ങനെ സെല് ചെയ്യാം, നിങ്ങൾക്ക് അത് വെച്ച് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടൂൾസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാം AI ചെയ്യുമെങ്കിൽ നമ്മുടെ റോൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും അല്ലേ. ക്ലയൻറ്റിന് നേരിട്ട് ക്ലോഡ് ഉപയോഗിച്ചാൽ പോരെ? ഇതാണ് പലരുടെയും ചോദ്യം. നല്ലൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഉത്തരത്തിലാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ മുഴുവൻ സീക്രട്സും കിടക്കുന്നത്. സത്യം പറയാം, ആ ബേക്കറി ഓണറിന് അറിയാത്തത് കൊണ്ടല്ല അല്ലേ ഒരു ക്ലോഡ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അവർക്ക് അവരുടെ ബിസിനസ് നിങ്ങളെക്കാളും നന്നായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. ChatGPTയും ക്ലോഡും ഒക്കെ അവരും കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അവർക്കതിന് സമയമില്ല. അതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ബേക്കറി ഓണറിൻ്റെ ദിവസം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ChatGPTയോ ക്ലോഡോ ഒക്കെ ഇരുന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കൽ കൂടുതൽ പ്രയോറിറ്റി എന്തായിരിക്കും? അവരുടെ പ്രൊഡക്ഷൻ, സപ്ലയേഴ്സ്, സ്റ്റാഫ്, ബില്ലിങ്, ഡെലിവറി, അതുപോലെ ഡെയിലി വന്നു പോകുന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാം. അതിൻ്റെയൊക്കെ ഇടയിലിരുന്ന് പ്രോംപ്റ്റ് എഴുതാനും അതുപോലെ തന്നെ ആ പ്രോംപ്റ്റുകൾ പിന്നെയും എൻഹാൻസ് ചെയ്ത് റൈറ്റ് ചെയ്യാനും ഹോസ്റ്റിങ്ങും ഡൊമെയിനും സെറ്റപ്പ് ചെയ്യാനും ഔട്ട്പുട്ട് ശരിയായോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും വന്ന മിസ്റ്റേക്സ് ഒക്കെ ഫിക്സ് ചെയ്യാനും ഒക്കെ അവർക്ക് എവിടെയാണ് സമയമുള്ളത്? അവരുടെ വിലപ്പെട്ട സമയം അവർ ചിലവഴിക്കുന്നത് അവരുടെ കേക്ക്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കേക്ക്സ് മാക്സിമം ആൾക്കാരിലേക്ക് സെല് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അല്ലാതെ ഹോസ്റ്റിംഗ് സെറ്റിങ്സിലൊക്കെ തല പുകയ്ക്കാനായിട്ടായിരിക്കില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും സമയമുള്ളതും. ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ അക്കൗണ്ടൻറ്റിനെ വെക്കുന്ന ബിസിനസ് മാനിന് കണക്കറിയാഞ്ഞിട്ടല്ലല്ലോ, അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ബിസിനസ് നോക്കാനാണ് അല്ലേ. AI വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡെലിഗേഷൻ ഇല്ലാതാവുന്നില്ല. ഡെലിഗേറ്റ് ചെയ്യുന്ന പണിയുടെ രൂപം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ആ ഒരു പുതിയ ഡെലിഗേഷൻ. AI കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ, അതാണ് ഒരു AI ഫ്രീലാൻസർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഒരു ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. AI ഫ്രീലാൻസിങ് സർവീസ് നമ്പർ 2 ബിസിനസ് ഓട്ടോമേഷൻ ആണ്. രണ്ടാമത്തെ സർവീസ് നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കുറഞ്ഞ കോമ്പറ്റീഷൻ ആയിരിക്കും, ഏറ്റവും നല്ല ഇൻകം ബിസിനസ് മോഡലുമാണ് ഇത്. വീണ്ടും ഒരു സിനാരിയോ എടുക്കാം. ഒരു ബൊട്ടിക് ഓണർ ഉണ്ടെന്ന് വിചാരിക്കാം. ദിവസവും 30 to 40 വാട്സപ്പ് മെസ്സേജസ് ആ ഒരു ഓണറിന് വരും. ഇത് സ്റ്റോക്ക് ഉണ്ടോ, ഇതിൻ്റെ വില എത്രയാ, എൻ്റെ ഓർഡർ എവിടെ എത്തി, ഓരോന്നിനും അവർ ടൈപ്പ് ചെയ്ത് മറുപടി കൊടുക്കണം. ഓർഡർ വന്നാൽ അവരുടെ ബുക്കിൽ അവരത് നോട്ട് ചെയ്യണം. ഡെലിവറി ആയാൽ വീണ്ടും മെസ്സേജ് അയക്കണം. ദിവസം 2-3 മണിക്കൂറെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സിന് റെപ്പിറ്റേറ്റീവായിട്ട് ചെയ്യുന്ന ടാസ്കിന് അവരുടെ ടൈം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് അവിടെ കുറച്ചും കൂടിയും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈമാണ് അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ ആസ് ആൻ AI ബിസിനസ് ഓട്ടോമേഷൻ ഫ്രീലാൻസർ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ N8 എന്ന ടൂളും ക്ലോഡ് ഒക്കെ കണക്ട് ചെയ്ത് ആ ഒരു മുഴുവൻ സൈക്കിളും നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ പോവും. ഓർഡർ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ആവും. ഓണറിന് ഒരു നോട്ടിഫിക്കേഷൻ പോവും. ഡെലിവറി ആവുമ്പോൾ കസ്റ്റമറിന് അപ്ഡേറ്റ് പോകുന്നു. ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യും. ഓണർ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ലേ ഓഫ്സ് നടന്നെന്ന് പറഞ്ഞില്ലേ, ആ ലേ ഓഫ്സിന് കാരണം എന്താണ്? ഇതേ ഓട്ടോമേഷൻസ് ആണ്. അത് വലിയ സ്കെയിലിൽ നടന്നു എന്ന് മാത്രം. നിങ്ങൾ അതേ സ്കില്ല് ചെറിയ ബിസിനസ്സിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. AI പേടിക്കുന്ന ഒരാളിൽ നിന്ന് AI ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. N8 എന്ന് പറയുന്ന ടൂള് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്, കോഡിംഗ് അല്ല. പക്ഷേ വെബ്സൈറ്റ് സർവീസിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടിയും കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. API എന്താണ്, വെബ് ഹുക്ക് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. N8 കുറിച്ചുള്ള ഫുൾ ബിഗിനർ ലെവൽ വീഡിയോസും നമ്മുടെ ചാനലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളൊരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പഠിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ
AI ഫ്രീലാൻസിങ് സർവീസ് എന്ന് പറയുന്നത് AI കണ്ടന്റ് ആൻഡ് ആഡ് ക്രിയേറ്റീവ്സ് ആണ്. ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നതാണ് ഈ ഒരു AI കണ്ടന്റ് ആൻഡ് ആഡ് ക്രിയേറ്റീവ്സ് എന്നുള്ളത്. സിനാരിയോ എടുക്കാം നമുക്ക്. ഒരു ജിം ഓണർ ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ്. പക്ഷേ ദിവസവും പോസ്റ്റ് ഉണ്ടാക്കുക, റീൽ ഉണ്ടാക്കുക, ഇതിനൊക്കെ അവർക്ക് എന്തില്ല, ടൈമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേജിലെ ലാസ്റ്റ് പോസ്റ്റ് ചിലപ്പോൾ 3 മാസം മുമ്പായിരിക്കും ഉള്ളത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന എന്താണ്, ഒരു മന്ത്ലി കണ്ടൻറ്റ് പാക്കേജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തെ കണ്ടൻറ്റ് കാലണ്ടർ ക്രിയേറ്റ് ചെയ്യാം. ഏത് ദിവസം എന്ത് പോസ്റ്റ്, ക്യാപ്ഷൻസ്, ഹാഷ്ടാഗ്, ഇതെല്ലാം നിങ്ങൾക്ക് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻവയിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഹിക്സ് ഫീൽഡ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് UGC സ്റ്റൈൽ വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാം. റിയൽ കസ്റ്റമർ സംസാരിക്കുന്നത് പോലെ തന്നെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓണറിൻ്റെ പണി അവിടെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അതുപോലെ അത് അവരുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ക്യാൻവ, ക്ലോഡ് ഓട്ടോമേഷൻസും അതുപോലെ ഹിക്സ് ഫീൽഡിൻ്റെ UGC വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സർവീസ് പറ്റുന്നത്? ഡിസൈൻ സ്കില്ലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരല്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു AI വീഡിയോ ആൻഡ് കണ്ടൻറ് ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ടെക്നിക്കൽ സ്കിൽ ഏറ്റവും കുറവായിട്ട് വേണ്ട ഒരു AI ഫ്രീലാൻസിങ് ജോബാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ലയൻസിനെ കിട്ടുക? അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ചുറ്റുമുള്ള ബിസിനസ്സസിനെ തന്നെ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു 10 ഷോപ്സ്, അവർക്കൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അവരൊക്കെ ആക്റ്റീവ് ആണോ, ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി അവരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയി എന്ത് ചെയ്യാം, ഒരു സാമ്പിൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു ഡെമോ വെബ്സൈറ്റ് ഞാൻ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു കോൾഡ് കോൾ ചെയ്യുന്നതിലും കൺവേർഷൻസ് നമുക്കവിടെ കൂടുതലായിരിക്കും. ക്ലോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഡെമോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് എടുക്കുകയുള്ളൂ. നിങ്ങളുടെ ഒരുപാട് ടൈമൊന്നും പോകത്തു പോലും ഇല്ല. രണ്ടാമത്, നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സ്, അവരുടെ ബിസിനസ്സസിൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പം എന്താണ്, ആർക്കെങ്കിലും അങ്ങനത്തെ സർവീസ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ത്രൂ നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് അപ്വർക്ക്, ഫിവർ, ഫ്രീലാൻസർ, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സുകളൊക്കെ ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ജനറിക് ആയിട്ടൊരു AI വെബ്സൈറ്റ് ഡെവലപ്പർ എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നിഷ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പം AI പവേർഡ് വെബ്സൈറ്റ്സ് ഫോർ റെസ്റ്റോറൻറ്റ്സ്, അല്ലെങ്കിൽ N8 ഓട്ടോമേഷൻ ഫോർ കൊമേഴ്സ്, ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിനെ ഒന്ന് നിഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കോമ്പറ്റീഷൻസ് ഒക്കെ കുറവായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് നല്ല റേറ്റ്സിന് നിങ്ങൾക്ക് ഈ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നമ്മൾ എഫേർട്സ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് തിരിച്ചതിനുള്ള റിസൾട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇനി ഇത് എങ്ങനെ നിങ്ങൾക്കൊരു ചെയ്യാം, നമ്മൾക്കൊരു റോഡ് മാപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വീക്ക് 1 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കണം അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഈ AI ടൂൾസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോംപ്റ്റ്സ് ഒക്കെ എങ്ങനെ റൈറ്റ് ചെയ്യാം, ഓക്കെ, എങ്ങനെ അതൊക്കെ വെച്ച് എനിക്ക് വെബ്സൈറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വീക്ക് 1 എന്ത് ചെയ്യുക, ലേൺ ആൻഡ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഒരു സർവീസ് തിരഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സർവീസസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്യൂട്ടോറിയൽസും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആ മനസ്സ് വെക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്താ പറയുക, നമ്മളുടെ ജോബും നമ്മളുടെ ലൈഫും ഒക്കെ ആണല്ലേ. അപ്പം അത് സെക്യൂർ ആക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വയം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക, ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ ട്യൂട്ടോറിയൽസ് കണ്ട്
ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, ക്ലൗഡ് കോവർക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തൊക്കെ എറേഴ്സ് വരുന്നുണ്ട്, നമുക്ക് എവിടെയൊക്കെയാണ് നമ്മളുടെ ഒരു ഡ്രോബാക്സ് ഉള്ളത്, നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾക്ക് സ്കില്ല് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ വീക്കിൽ എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. ആ സാമ്പിൾസൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 പേജ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിൻ പ്രൊഫൈൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. വീക്ക് 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുക. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ബിസിനസ്സസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഡെമോ ഫസ്റ്റ് അപ്രോച്ച് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 1 or 2 കൺവേർഷൻസ് എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ടാർഗറ്റ് വെക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, AI ഫ്രീലാൻസിങ്ങിന് ഇതിലും നല്ലൊരു സമയം ഇനി വരാനായിട്ടില്ല. 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ടൂൾസ്. AI ടൂളുകളൊക്കെ ഈ ലെവലിൽ ഇപ്പോൾ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു 2 year മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിലായിരുന്നില്ല ടൂളുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ഓരോ മോഡൽസ് വരുന്ന അനുസരിച്ച് നമ്മളുടെ കുറേ സ്കിൽ ബാരിയേഴ്സൊക്കെ നല്ല രീതിയിൽ മാറുന്ന രീതിയിൽ നമ്മുടെ AI ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡാണ്. ഇപ്പോഴാണ് ഇതിനുള്ള ഡിമാൻഡുകളൊക്കെ നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. ഇതേ ലേ ഓഫ് ന്യൂസസ് ഒക്കെ കാണുന്ന ബിസിനസ് ഓണേഴ്സും കൂടിയുണ്ട് അല്ലേ. അപ്പോൾ AI ഉപയോഗിക്കാത്ത ബിസിനസ്സസ് പിന്നിലാകും എന്നുള്ള ഒരു തോട്ട് ഇത് യൂസ് ചെയ്യാത്ത ബിസിനസ് ഓണേഴ്സിൻ്റെ മൈൻഡിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു പ്രപ്പോസലായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഒരു AI ഇംപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് അവരും റെഡി ആയിരിക്കും. മൂന്നാമത്തേത് കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ കുറവാണ് അല്ലേ. ഈ ഒരു സർവീസസ് പ്രൊഫഷണലി ചെയ്യുന്നവർ വളരെ കുറവാണിപ്പോൾ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ പോർട്ട്ഫോളിയോസും ക്ലയൻസും റെപ്യൂട്ടേഷനും ഒക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിൻഡോ ശരിക്കും തുറന്നു കിടക്കുകയാണ്. പക്ഷെ അതെന്നും തുറന്നു കിടക്കുകയില്ല. ഫസ്റ്റ് മൂവേഴ്സിൻ്റെ കാലമാണിത്. ആ ഫസ്റ്റ് മൂവർ നിങ്ങളാകണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കൊടുത്ത്, അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. ഒരുപാട് ഫ്രീ റിസോഴ്സസ് നമ്മൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇതൊക്കെ ഒരാളുടെ ഗൈഡൻസിൽ ഒരു മെൻറ്റർ പഠിപ്പിച്ച് തന്നാലേ മനസ്സിലാകൂ എന്നുള്ളവർക്ക് നമ്മൾ അതിൻ്റെ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഏതൊക്കെ സർവീസസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ക്രിയേഷൻ ആണോ, അതോ ഓട്ടോമേഷൻ ആണോ, അതോ കണ്ടൻറ് ക്രിയേഷൻ ആണോ എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതുപോലെ ലേ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചും പേടിച്ചൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.